നമസ്കാരം. ഹായ് ഫ്രണ്ട്സ്. ഇന്ന് പറയുന്ന വിഷയം വളരെയേറെ ഗുണമുള്ളൊരു വിഷയമാണ്. അതായത് ബൗൺസ് ബാക്ക്. എന്താണ് ഈ ബൗൺസ് ബാക്ക്? പെട്ടെന്ന് പറയണം, അല്ലെ നമ്മൾ എന്തോടെ പോയിട്ട് തിരിച്ചു വരിക. ഓക്കെ, അതും അംഗീകരിക്കാം. ഓക്കെ, അന്ന് ഒറ്റ വാക്ക് പറഞ്ഞു, നമ്മുടെ മനുഷ്യ ജീവിതവുമായി കണക്ട് ചെയ്ത് പറഞ്ഞു. തകർന്നു പോയ ജീവിതത്തിൽ നിന്നുള്ള തിരിച്ചുവരവ്. മനസ്സിലായോ? നിങ്ങളുടെ അമ്മ പറഞ്ഞത് ശരിയാണ്, ഫിസിക്സ് ഒക്കെ അത് തന്നെയാണ്. ഓക്കെ, എന്നാൽ നമുക്ക് തുടങ്ങാം. എങ്ങനെ ഒരാൾ ഒരു പ്രതിസന്ധിയിൽ വീണ് തകർന്ന് അയാൾ തരിപ്പണമായി ഇരിക്കുക, അയാളെ നമുക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. മനസ്സിലായോ? എങ്ങനെ തിരിച്ചു കൊണ്ടുവരാം? ആദ്യം നമ്മൾ വീണവൻ എന്തോ പഠിക്കണം. ഒരു പ്രതിസന്ധിയിൽ വീണവൻ ഫസ്റ്റ് പഠിക്കേണ്ടത് എന്താണെന്നറിയാം? അവന്റെ അപ്പോഴത്തെ അവസ്ഥ പഠിക്കണം. എന്തോ അവന്റെ അപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് മനസ്സിൽ കൃത്യമായ രീതിയിൽ മനസ്സിലാക്കണം. മനസ്സിലാവുന്നോ? അതിനെ അംഗീകരിക്കുക. എന്തെന്ത് ചെയ്യണ്ടേ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? എന്താ ആദ്യം പറഞ്ഞേ? നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്തുവെന്ന് മനസ്സിലാക്കി അത് നിഷേധിക്കുന്നില്ല, അത് അംഗീകരിക്കുക. അടുത്ത പോയിന്റ്, ഇത് എനിക്ക് നിയന്ത്രിക്കാവുന്നതാണോ, എനിക്ക് നിയന്ത്രിക്കാൻ പറ്റാത്തതാണോ ഈ പ്രതിസന്ധി എന്ന് മനസ്സിലാക്കണം. എന്ത് ചെയ്യണം? എനിക്ക് നിയന്ത്രിക്കാൻ പറ്റുന്നതാണോ അതോ പറ്റാത്തതാണോ? അപ്പോൾ ഒരു പ്രതിസന്ധി വന്നു, ആ പ്രതിസന്ധിയിൽ നമ്മൾ തളർന്നു, നമ്മൾ തകർന്ന് കിടക്കുകയാണ്. ആ പ്രതിസന്ധിയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റാൻ വരാൻ വേണ്ടി ശ്രമിക്കാൻ ആദ്യം നമ്മൾ പ്രതിസന്ധി എന്തുവെന്ന് മനസ്സിലാക്കുന്നു. അതിൽ നിന്ന് എനിക്ക് ഉയർത്തെഴുന്നേറ്റ് വരാൻ പറ്റുമോ, അതോ ഞാൻ അതിൽ നിന്ന് എന്താണ് മാറ്റേണ്ടത്, എന്താണ് എനിക്ക് സ്ഥിരമായി മാറ്റാൻ പറ്റാത്തത്, നമ്മൾ പഠിക്കാൻ തീരുമാനിച്ചു. മനസ്സിലായോ? എങ്ങനെയാണ് എൻ്റെ ജീവിതത്തിൽ ഒന്നാമത് ഉള്ള കാര്യങ്ങൾ ആലോചിക്കണം. ബൗൺസ് ബാക്ക് ചെയ്യാനുള്ള ഫസ്റ്റ് സ്റ്റെപ്സ് അങ്ങോട്ട് പറഞ്ഞു തരുക. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ പ്രധാനപ്പെട്ട പരിപാടി എന്തുവാ? സത്യം പറ. പഠിക്കുക ആണോ? അല്ലെ നിങ്ങൾ വേറെ എന്തെങ്കിലും പറഞ്ഞാൽ അതുകൊണ്ട് ആദ്യം കയറി പഠിച്ചേ. എന്തുവാ? പഠിക്കുക. ഉണ്ട് മോനെ, പുറത്ത് പറയല്ലേ, പുറത്ത് പറയല്ലേ. ഇത് മൊത്തം പറയുമ്പോൾ മക്കൾക്ക് മനസ്സിലാവും. ഓക്കെ, ഒന്ന്, നിങ്ങൾ തോറ്റത് ഇവിടം കൊണ്ടാ. ആ തോറ്റേനെ മാറ്റാനുള്ള പണിക്ക് ഇറങ്ങിയേക്കും. ഒന്ന്, എക്സ്ക്യൂസ്. മനസ്സിലായോ? എക്സ്ക്യൂസ് പറയും. നമ്മളെ അതങ്ങ് ചെയ്തേ, അവൻ പറയും ഒരല്പസമയം ഒന്ന് ടി വി കണ്ടോട്ടെ, അല്ല ഇത് ചെയ്തോട്ടെ. ഇങ്ങനെ പറയരുത്, മടി കാണിക്കരുത്. പാസ് ചെയ്യുവാന്നൊന്നും അല്ല അതിനർത്ഥം. നിങ്ങൾ എക്സ്ക്യൂസ് പറയരുത്. മനസ്സിലായോ? പുസ്തകം വായിക്കാൻ അമ്മ പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്ക്യൂസ് ഒന്നും പറയണ്ട, എന്നാ പുസ്തകം വായിച്ചിരിക്കുന്നു. മനസ്സിലാവുന്നോ? എക്സ്ക്യൂസ് ചെയ്യരുത്, മടി കാണിക്കാതിരിക്കുക. മനസ്സിലാവുന്നോ? രണ്ട്, അതിനനുസരിച്ച് നമ്മുടെ മൈൻഡിനെ മാറ്റണം, അല്ലേ നമ്മൾ പോകത്തില്ല. ഇപ്പം അമ്മ നിങ്ങളോട് പറയുക, പോയിരുന്ന് പഠിക്കും മോളെ. ഇന്നലെ വൈകിട്ട് നമ്മൾ ആലോചിച്ചു, ഞാൻ കണ്ടതാ. അപ്പോൾ എന്ത് ചെയ്ത് നമ്മൾ അതിനകത്ത് നിന്ന് നമ്മുടെ മൈൻഡിനെ അതനുസരിച്ച് സെറ്റ് ചെയ്യണം. മനസ്സിലാവുന്നു? നമ്മുടെ മനസ്സൂടെ മാറണം, എന്നാലേ നമ്മൾ അവിടുന്ന് പോവും. അല്ലേ പോവോ? അതാണ് പ്രശ്നം. നമ്മൾ നമ്മുടെ മനസ്സിനെ അത്തരത്തിലേക്ക് മാറ്റണം. അടുത്ത പോയിന്റ് എന്തോന്ന് ചോദിച്ചാൽ, മൈൻഡ് നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞ് ഒന്ന് നമ്മുടെ മടി മാറ്റണമെന്ന് മനസ്സിലാക്കി. അതായത് എക്സ്ക്യൂസസ് ഒന്നും പറയുന്നില്ല, അതൊരു റീസൺ ആയിരുന്നു, അത് മാറ്റാൻ തീരുമാനിച്ചു. രണ്ട്, നമ്മുടെ മാനസിക അവസ്ഥയൊന്ന് മാറ്റാൻ തീരുമാനിച്ചു. ഒന്ന് റിഫ്രഷായി, ഒന്ന് കുടഞ്ഞെഴുന്നേറ്റ്. അടുത്തതെന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ചിന്തകൾ. എന്തോ നമുക്ക് എന്തുണ്ടാവണം? പോസിറ്റീവ് ചിന്തകൾ ഉണ്ടാവും. താങ്ക് യു നേഹ, മഴ പെയ്തില്ലേലും നീ പിടിച്ചല്ലോ. അത് കരുതൽ. നമുക്കെന്താണ്? ഒരു പോസിറ്റീവ് ചിന്ത നമ്മുടെ മനസ്സിലുണ്ടാവണം. പ്രതിസന്ധിയൊക്കെ വന്നു, എനിക്ക് ഉയർത്തെഴുന്നേൽക്കാൻ പറ്റും. ഞാനിപ്പോഴും പറയുന്നതാ, നമ്മുടെ ബൈബിളിലെ ഏറ്റവും ഉചിതമായ കമൻറ്റ് അല്ലെങ്കിൽ അതിലെ ആ പ്രവൃത്തി എന്തായിരുന്നറിയാവോ? യേശുവിനെ ക്രൂശിൽ തറച്ചതാണ്. എന്തോ? ആൾക്കാരോട് പറഞ്ഞാൽ അവർ കല്ലെറിയും. പക്ഷെ യേശുവിനെ ക്രൂശിൽ തറച്ചില്ലായിരുന്നു എങ്കിൽ യേശു ഉയർത്തെഴുന്നേൽക്കുമായിരുന്നു? ഇല്ല. അപ്പൊ യേശുവിനെ ഉറ്റുകൊടുത്തില്ലായിരുന്നെങ്കിൽ ക്രൂശിൽ തറയ്ക്കുമായിരുന്നു? ഇല്ല. അപ്പം ജീവിതത്തിൽ പഠിക്കേണ്ട വിഷയം,
നമ്മളെ ഒരാൾ തള്ളിപ്പറഞ്ഞാൽ വേദനിക്കണോ? വേണ്ട. ആ തള്ളിപ്പറച്ചിൽ നമ്മുടെ ജീവിതത്തിൽ ഒരു ഇൻസ്പിറേഷനാക്കി മാറ്റണം. അതെ. അപ്പം അതൊരു പ്രചോദനമാക്കി മാറ്റണം. അപ്പൊ എന്തോ പറഞ്ഞേ? ഒരാൾ തള്ളിപ്പറഞ്ഞു നമ്മളവിടെ നമ്മള് അത് നമുക്കൊരു മോട്ടിവേഷൻ, നമുക്കൊരു ഇൻസ്പിറേഷനായി മാറണം. മോട്ടിവേഷൻ ഇൻസ്പിറേഷൻ എന്ന് പറഞ്ഞുകൊണ്ട് അത് രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട് കേട്ടോ. മോട്ടിവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നിങ്ങളെ ഇങ്ങനെ മോട്ടിവേറ്റ് ചെയ്യിപ്പിക്കുക. അന്നേരം വരുന്ന നിങ്ങളുടെ ഒരു പ്രവൃത്തി മനസ്സിലാവുന്നു. ഇൻസ്പിറേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ഫ്രം യു, നിങ്ങളിൽ നിന്ന് വരിക, നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് വരിക. കാരണം നിങ്ങളേറ്റ അപമാനത്തിൽ നിന്ന് യേശുവിനെ സംബന്ധിച്ചിടത്തോളം ജയിച്ചവനെല്ലാം അപമാനമേറ്റിട്ടുണ്ട്. ഞാനിവിടെ ഒരു വേറൊരു വേർഡ് പറയാം. ഇത് പറയുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. എന്തോ സംഭവം എന്നറിയാമോ? മാർട്ടിൻ ലൂതർ കിങ് പറഞ്ഞൊരു വാക്കുകളാണ്. എന്തോ മാർട്ടിൻ ലൂതർ കിങ് പറഞ്ഞതാ, നിങ്ങൾ പറക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നിങ്ങൾ ഉയരത്തിൽ പറക്കുക, നിങ്ങൾക്ക് പറക്കാൻ പറ്റിയില്ലെങ്കിൽ നടക്കുക, പറക്കാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾ ഓടണം, ഓടിയെത്തണം, ഓടാൻ പറ്റിയില്ലെങ്കിൽ നടക്കാൻ പറ്റിയില്ലെങ്കിൽ ഇഴഞ്ഞു പോണം. എന്നാലും നിങ്ങളുടെ ലക്ഷ്യത്തിൽ നിന്ന് നിങ്ങൾ പിന്തിരിയരുത്. പോയിന്റ് മനസ്സിലാവുന്നു? ഇത് നിങ്ങളുടെ ജീവിതത്തിൽ മനസ്സിലാക്കണം. പോസിറ്റീവ് ചിന്ത കൊണ്ടുവരണമെന്ന് ഞാൻ പറഞ്ഞല്ലോ. നല്ല പോസിറ്റീവ് ആൾക്കാരുടെ കൂടെ ചേർന്ന് നിൽക്കുക. ഒരു ശുഭാപ്തി വിശ്വാസം ഉണ്ടാവണം. പ്രതിസന്ധിയിൽ വീണു ഒരുത്തൻ പ്രതിസന്ധിയിൽ വീണു എന്ന് പറഞ്ഞുകൊണ്ട് കിടക്കുകയല്ല. എലോൺ മസ്ക് പൊട്ടിപ്പോയില്ലേ, റൊണാൾഡ് ട്രംപ് പൊട്ടിപ്പോയില്ലേ, ആ എക്കണോമിക് ക്രൈസിസ് വന്ന സമയത്തൊക്കെ ആരുടെയാണ് നിങ്ങൾ യഥാർത്ഥത്തിൽ എടുക്കണ്ടേ? ആൽബർട്ട് ഐൻസ്റ്റീൻ പോയില്ലേ, സർ ഐസക് ന്യൂട്ടൻ, അത് മൊത്തം കത്തിപ്പോയില്ലേ ആ ടെസ്ല വരുന്ന സമയത്തൊക്കെ. അപ്പോൾ ഒത്തിരി പ്രതിസന്ധികൾ എല്ലാവരും ഏറ്റു. നിങ്ങൾക്ക് ഉള്ളതിനെപ്പറ്റി ചിന്തിക്കേണ്ട, ഇല്ലാത്തതിനെപ്പറ്റി നിങ്ങൾ ചിന്തിക്കേണ്ട. എന്ത്? നിങ്ങൾക്ക് ഇല്ലാത്തതിനെപ്പറ്റി ചിന്തിക്കേണ്ട, ഉള്ളതിനെ ബൂസ്റ്റപ്പ് ചെയ്ത് നിങ്ങൾ മുന്നോട്ട് പോവുക. ഉള്ളതിനെപ്പറ്റി ചിന്തിച്ചാൽ മാത്രം മതി. അതാരാ പറഞ്ഞേ? നിക്കി വിച്ചൂസ്. വേൾഡിൽ എന്തോ 2 കൈയില്ല, 2 കാലില്ല, ഒരു മാംസപിണ്ഡം, ലോകം മൊത്തം സംസാരിച്ചുകൊണ്ടിരിക്കുക. അതുപോലെ ബിഥോവൻ, ജെസി ഓവൻസ്, എത്രായിരം ആൾക്കാർ, അവരെല്ലാം എന്താണ്? അവർക്കുള്ളതിനെപ്പറ്റി മാത്രം ചിന്തിച്ചു. മാർട്ടിൻ ലൂതർ കിങ്ങിന്റെ വാക്കുകൾ നമുക്ക് ഒരു തുണയായിരിക്കണം. പിന്നെന്ന് പറഞ്ഞാൽ ലക്ഷ്യം കൃത്യമായിരിക്കണം. എന്താണ്? നിങ്ങൾക്ക് ഓരോ ലക്ഷ്യങ്ങളില്ലയോ? ഉണ്ട്. ആ ലക്ഷ്യം, വലിയ ലക്ഷ്യങ്ങളെ, അതിനെ നമ്മൾ വിഷൻ എന്നും മിഷൻ എന്നും പറയാം. വിഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കാഴ്ചപ്പാട്, ആ വലിയ സംഭവം. മിഷൻ എന്ന് പറഞ്ഞാൽ അത് അറ്റൈൻ ചെയ്യാൻ നിങ്ങൾ ചെയ്യുന്ന സ്റ്റെപ്സ്. മനസ്സിലാവുന്നു? അപ്പോൾ ഇത്രയും വലിയ ഒരു സ്വപ്നത്തെ നിങ്ങൾ എന്താക്കി മാറ്റുന്നു? ചെറിയ 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 സംഭവങ്ങളാക്കി മാറ്റുന്നു. സ്വപ്നത്തിലെത്താൻ വേണ്ടി എന്ത് ചെയ്യുന്നു? അതിനെ ചെറുതാക്കി, കണിയാക്കല്ല. ഇപ്പം നിങ്ങൾക്ക് വേണ്ടത് എന്താണ്? ഒരു വലിയ സ്വപ്നം എന്ന് പറഞ്ഞാൽ ഒരു IAS കാരി ആവണം. ഓക്കെ, IAS ആവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം എന്ത് ചെയ്യണം? IASന്റെ ബുക്ക് മേടിക്കണം. ഇപ്പോൾ പഠിക്കുന്ന പാഠങ്ങൾ നല്ല വ്യക്തമായി ഗ്രഹിക്കണം. ഓരോ അറിവുകളെയും വിശകലനം ചെയ്യണം. പത്രപാരായണം ഉണ്ടാകണം. എത്ര മണിക്കൂർ പത്രം വായിക്കണം. ഇംഗ്ലീഷ് പഠിക്കണം. ഇതിനെ ഓരോന്നിനെ എങ്ങനെ ചെയ്യണം? ഘട്ടമാക്കി മാറ്റണം. പഠിച്ചോ? അപ്പൊ അങ്ങനെ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞേ? ഓക്കെ, സന്തോഷം. അടുത്ത എന്താന്ന് ചോദിച്ചാൽ, നിങ്ങൾ ചെയ്യേണ്ട എന്താന്ന് ചോദിച്ചാൽ, ചെറുതായിട്ട് മാറ്റിയല്ലോ. നിങ്ങൾ ഇനി ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ പഴയ കാലഘട്ടത്തിൽ നിങ്ങൾക്കുണ്ടായ പ്രശ്നമുണ്ടല്ലോ, ഏതാ? അവരിങ്ങോട്ട് വരുന്നു. അവരെന്തോ പോട്ടെ, മഴയാകട്ടെ, പണി മേടിച്ചല്ലോ. അപ്പം പഴയ കാലഘട്ടത്തിൽ നിന്ന് ലിനി പറഞ്ഞ 2 കൂടെ എടുക്കാന്ന്, ഒരെണ്ണം എടുക്കാന്ന് പറഞ്ഞത് ഞാനാ. പോട്ടെ. അപ്പൊ പാസ്റ്റിൽ നിന്ന് എന്തുകൊണ്ട് ഓണോ അപ്പൊ തള്ളാതെ ഇത് ഞാൻ പറയട്ടെ. അപ്പൊ എന്താ നമ്മൾ പറഞ്ഞു വന്നേ? പോയിന്റ് ഇപ്പൊ തീർക്കാം. എന്തായിരുന്നു? പഴയ കാലഘട്ടത്തിൽ ക്ലിങ് ചെയ്ത് കിടക്കരുത്, അവിടെ കിടക്കരുത്. പഴയത് കഴിഞ്ഞു, നീ പ്രതിസന്ധിയിൽ വീണു, ഇനി അതിനെ കൊണ്ട് നടക്കണോ? വേണ്ട. പഴയതിൽ നിന്ന് ഊർജമെടുക്കുക. മനസ്സിലാവുന്നോ? ഇവിടെ ആ മൂട്ടിൽ കത്തിക്കാതെ ഒന്നും മുകളിലോട്ട് പോകത്തില്ലെന്ന് പറഞ്ഞതിൻ്റെ കൂട്ടാ. റോക്കറ്റിനെയൊക്കെ അങ്ങനെയല്ലേ നമ്മൾ മുകളിലോട്ട് പറത്തി വിടുന്നത്. നിങ്ങളുടെ മൂട്ടിൽ എന്ത് വേണം?
തീ വരണം, എന്നാലേ നിങ്ങൾ എന്ത് ചെയ്യൂ, ഓടത്തോളൂ. മനസ്സിലാവുന്നോ? മനസ്സിലായി. അപ്പൊ പഴയ പിഴവിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം? പഠിക്കണം, ഊർജം ഉണ്ടാക്കണം, അതിൽ നിന്ന് നമ്മൾ കുതിക്കണം. പിന്നെ പപ്പ എന്ത് പറഞ്ഞേ? ടൈം മാനേജ്മെന്റ്. എന്തോ? ടൈം മാനേജ്മെന്റ്. നിങ്ങൾ ഇപ്പൊ പഠിക്കേണ്ട സാധനം നിങ്ങൾ 10 വർഷം കഴിഞ്ഞ് പഠിക്കാൻ വരല്ലേ? വരുവോ? ഇല്ല. ഇന്ന് ചെയ്യേണ്ടത് ഇന്ന് തന്നെ ചെയ്യണം. ഇന്ന് തന്നെ ചെയ്യണം. അങ്ങനെയാണെങ്കിൽ അടുത്ത ഒരു പോയിന്റ് എനിക്ക് പറയാനുള്ളത് നിങ്ങളുടെ ആരോഗ്യമാണ്. എന്ത്? ആരോഗ്യം. നിങ്ങളുടെ ആരോഗ്യം കൃത്യമായിരിക്കണം. എന്തോ? ആരോഗ്യം കൃത്യം. അതെങ്ങനെയൊക്കെ ഉണ്ടാവും? നല്ല ഫുഡ്. എന്തോ? നല്ല ഫുഡ്, ബാലൻസ്ഡ് ഡയറ്റ്. അടുത്ത വ്യായാമം. വ്യായാമം, എക്സസൈസ്. അടുത്ത ഒരെണ്ണോടുണ്ട്, പറയാമോ? ഉറക്കം. നല്ല ഉറക്കം. ബിഗ് ബോസ് ചിലരുടെ ഉറക്കം കെടുത്തിയിട്ടുണ്ട്, ഞങ്ങളുടെയോ അതുകൊണ്ട് ശല്യമായിരിക്കുകയാണ്. അപ്പോൾ ഉറക്കം, പിന്നെന്താ വേണ്ടത്? വ്യായാമം, നല്ല ബാലൻസ് ഫുഡ്, നല്ല ഫുഡ്. മനസ്സിലാവുന്നു? അത് നിങ്ങൾ കഴിഞ്ഞോണം, അത് നല്ല രീതിയിൽ ചെയ്തോണം. ടൈം മാനേജ്മെന്റ് ഞാൻ പറഞ്ഞു. പിന്നെ ക്രിയേറ്റിവിറ്റി. എന്തോ? നല്ല ക്രിയേറ്റിവിറ്റി ഉണ്ടാവണം. നിങ്ങൾ ഇപ്പോഴും ഇന്നോവേറ്റീവായ കാര്യങ്ങൾ ചെയ്യാൻ തയ്യാറാകണം. അതിന് നിങ്ങൾ അതിനു മുമ്പ് ഒരു കാര്യം കൂടെ പഠിക്കേണ്ടി വരും. അതിനു മുമ്പ് ഒരു പോയിന്റ് കൂടെ അന്നേരം പഠിക്കണം. ടെക്നോളജിയെ പറ്റി പഠിക്കണം. എന്തോ? ടെക്നോളജി. നിങ്ങൾക്ക് വരുന്ന മാറ്റം നാളെ ചെയ്യേണ്ടത് ഇന്ന് തന്നെ ചെയ്യണം. കറക്റ്റ്. നാളെ ചെയ്യണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന, അതായത് യു ലീവ് ഇൻ പ്രസന്റ്. നമുക്ക് അത് ഞാൻ അടുത്ത പോയിന്റായിട്ട് പറയാം പറഞ്ഞുകൊണ്ട്. എന്തായിരുന്നു ഞാനിപ്പോൾ പറഞ്ഞ എന്തെല്ലാം പോയി? ക്രിയേറ്റിവിറ്റി അല്ലായിരുന്നു പറഞ്ഞത്. അപ്പോൾ അത് ക്രിയേറ്റിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെക്നോളജിയാണ് നമ്മൾ പറഞ്ഞത്. ക്രിയേറ്റിവിറ്റിയും ടെക്നോളജിയും ഡിഫറെൻ്റ് ആണ്. ക്രിയേറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ എവ്രി വൺ ഹാവ് എബിലിറ്റീസ്, അല്ലെ? ആ എബിലിറ്റീസ് അതല്ലെങ്കിൽ ടാലൻ്റ് എന്ന് പറയും. സാറിൻ്റെ ടാലൻറ്റോ അല്ലെങ്കിൽ ചേച്ചിയുടെ ടാലൻറ്റോ എന്തോ ചെയ്തില്ല, കണ്ടുപിടിക്കപ്പെട്ടു പോവാതെ അങ്ങ് പോവുക. നമ്മുടെ ടാലൻറ്റ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം. KFCയുടെ മുതലാളി വെറും പാവപ്പെട്ടവനായി ജീവിതത്തിൽ തകർന്ന് ആ സ്ഥലത്തിരിക്കുമ്പോൾ അവൻ്റെ സാമൂഹിക സോഷ്യൽ പെൻഷൻ ഉണ്ടല്ലോ, ആ പെൻഷൻ്റെ $1000 അതും കൊണ്ടിരിക്കുക. അപ്പോൾ അവൻ ചിന്തിക്കുന്നൊരു ചിന്തയുണ്ട്, what I can do. ആ ചിന്തയിൽ നിന്നാണ് he thought about his past. അപ്പോൾ ചിലർ അവനോട് പറഞ്ഞിരുന്നു, you have this much qualities. ആ ക്വാളിറ്റീസ് എല്ലാം അവൻ റിക്കളക്ട് ചെയ്ത് അതിലൊരെണ്ണം അവന് ക്ലിക്കായി. ശരിയാണല്ലോ, എൻ്റെ കൂട്ടുകാരനോട് പറഞ്ഞിരുന്നു ഞാൻ ഉണ്ടാക്കുന്ന ചിക്കൻ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ അവൻ ആ സാധനം നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളോട് ചോദിക്കണം, എടാ നീ എന്നിൽ കാണുന്ന പ്രത്യേകത, ഈ പ്രത്യേകതകളിൽ അത് നിങ്ങളുടെ കഴിവാണ്. മനസ്സിലാവുന്നു? അതാണ് ക്രിയേറ്റിവിറ്റി ആവും. ആ ക്രിയേറ്റിവിറ്റി ഇന്നത്തെ കാലഘട്ടത്തിൽ അന്നത്തെ കൂട്ടി ചിക്കൻ അടുപ്പിലിട്ട് ചൂടാൻ നോക്കുന്ന കാലഘട്ടമല്ല. അപ്പോൾ ടെക്നോളജി പഠിച്ചു, അതെങ്ങനെ നേടാം, ആരാണ് ഇത് ചെയ്യാൻ പറ്റുന്നത്. ഇപ്പോൾ പപ്പ ഹോട്ടൽ തുടങ്ങി നമ്മൾ വിൽക്കേണ്ട വരുന്ന കാര്യം എന്താ സംഭവം? KFC 69ാമത്തെ വയസ്സ്, 63 കേട്ടോ ബൈ എൻ്റെ ചിന്ത അനുസരിച്ച്. അതുപോലെ അപ്പോൾ എന്താണ്, അപ്പോൾ ഈ ഹോട്ടൽ ബിസിനസ്സൊക്കെ നടത്തുമ്പോൾ നമുക്ക് അറിഞ്ഞുകൂടാത്ത ചില കാര്യങ്ങളുണ്ട്. അവിടെ നമുക്ക് എന്ത് ചെയ്യും, ലിവറേജ് ചെയ്യേണ്ടി വരും. അത് പ്രോപ്പറായിട്ട് നമ്മുടെ സമയത്തെ കളയുമ്പോൾ നമ്മളെ കൊണ്ട് ചെയ്യാവുന്ന ബിസിനസ്സിലേക്ക് പോകും. അതുകൊണ്ടാണ് പപ്പ പുതിയ ബിസിനസ്സിലേക്ക്, പുതിയ ബിസിനസ്സല്ല, പപ്പായാസ് തന്നെയാണ് നമ്മുടെ സ്വപ്നം. അതിലേക്ക് തന്നെ നമ്മൾ തിരിച്ചു വന്നു. അതൊരു ഡെലിവറി സിസ്റ്റത്തിലേക്ക് നമ്മൾ കടന്നു വരും. അത് പോട്ടെ, അപ്പോൾ അതല്ല നമ്മുടെ വിഷയം. അപ്പം സ്വപ്നം വിടരുത്, അതിന് മുന്നിൽ മരണം മാത്രമേ ഉള്ളൂ. അപ്പം നമ്മൾ കൃത്യമായി അതിനകത്ത് ക്രിയേറ്റിവിറ്റി ആഡ് ചെയ്യുക, ടെക്നോളജി ആഡ് ചെയ്യുക. ഓക്കെ, അത് കഴിഞ്ഞിട്ട് എന്തുകൊണ്ട് ഹാപ്പി ഓണം പറയാൻ ഇനിയും ദിവസം ഉണ്ടല്ലേ. പക്ഷെ നിങ്ങൾ ഇത്രയും പറഞ്ഞ കാര്യങ്ങളും നിലനിൽക്കണോ? ഈ പോയിന്റൊക്കെ നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും അത്യാവശ്യം നിങ്ങളുടെ മൈൻഡാണ് മാറേണ്ടത്. മൈൻഡ്, സ്പിരിറ്റ്, ബോഡി, ഇത് മാറണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ പറയുന്നതൊന്നും വൈകിട്ട് ആര് ചെയ്യത്തില്ല, മനസ്സ് ചെയ്യത്തില്ല. നിങ്ങൾ അങ്ങോട്ട് പടാ നമുക്ക് പുസ്തകം എടുക്കാന്ന് പറയുമ്പോൾ പടാ ഓണമായിട്ട് പുസ്തകം എടുക്കാൻ ഉറ എന്ന് പറയിപ്പിക്കുന്നത് മനസ്സാണ്. അവനെ പിടിച്ചു നിർത്താൻ എന്ത് ചെയ്യണമെന്നറിയാം? ആത്മാവിനും മനസ്സിനും ശരീരത്തിനും വേണ്ടിയുള്ള ട്രെയിനിങ്. മോൻ ഓടിപ്പോയ്ക്കോ. അതെന്താണെന്നറിയാമോ? മെഡിറ്റേഷൻ, അതായത് ധ്യാനം, പ്രാർത്ഥന, അഫർമേഷൻസ്, അങ്ങനെ കുറേ സാധനങ്ങളുണ്ട്. ഇത് കൃത്യമായി ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യത്തില്ല,
പിന്നെയും റീസൺ നമ്മൾ അന്വേഷിച്ചുകൊണ്ടിരിക്കും. Excuse. ഇത് വരുമ്പോഴത്തേക്ക് ഇത് നമ്മൾ ടോട്ടലായിട്ട് നമ്മൾ എന്താ ഇത് പേഴ്സണാലിറ്റിയാണ്. പേഴ്സണാലിറ്റി മീൻസ് വാട്ട്? നമ്മുടെ സം ടോട്ടൽ ഓഫ് എ മാൻ നമ്മളെ മൊത്തത്തിൽ അങ്ങ് ശുദ്ധീകലശം ചെയ്തു തരും. ആരാ? ധ്യാനം ചെയ്ത് നമ്മുടെ കോശങ്ങൾ പോലും മാറണം. മനസ്സിലായി? നമ്മുടെ ഹാബിറ്റ് ചേഞ്ച് ചെയ്യാൻ 21, 60, 90, 120 ദിവസമൊക്കെ ആകുമ്പോഴത്തേക്ക് മാറ്റം വരും. പക്ഷെ ഈ സാധനം വരുമ്പോൾ ഉണ്ടല്ലോ ടെക്നിക്കലി മാറ്റം വരും. മനസ്സിലാവുന്നു? ധ്യാനം കൃത്യമായി ചെയ്യണം. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതിയ കഴിവുകൾ നമ്മൾ കണ്ടെത്തണം. ഇപ്പോൾ ചിലർ പറയും എൻ്റെ അമ്മ ഉണ്ടില്ലായിരുന്നു എന്നോട് എപ്പോഴും നീ എന്തുകൂടി എപ്പോഴും ഈ ഫേസ്ബുക്ക് ഇപ്പോഴും ഈ മാറ്റങ്ങളെ ഉൾക്കൊള്ളേണ്ട സമയം തൊട്ട് നമ്മൾ മാറ്റണം. മനസ്സിലാവുന്നു? ഇപ്പം തന്നെ നമ്മൾ കുഞ്ഞുങ്ങളെ തന്നെ നമ്മൾ ഫേസ്ബുക്കിൽ ഇപ്പം മോൾ ഇന്നലെ എന്നോട് പറഞ്ഞു അപ്പം ഞങ്ങളിപ്പം ഗൂഗിളിനകത്ത് പേരടിച്ച് ആദ്യം നേഹാന്ന് അടിച്ചാൽ വരുന്ന ആരാ? നേഹ സാറാ നെൽസൺ. എന്തുകൊണ്ടാണ്? നിങ്ങൾ യൂട്യൂബിൽ എന്ത് തുടങ്ങി? ചാനൽ തുടങ്ങി നിങ്ങളിടുന്ന വീഡിയോസ് അതൊക്കെ നെല്ലി സിസ്റ്റേഴ്സ്. നെല്ലി നമ്മുടെ ഒരു IT കമ്പനിയാണ്. അപ്പം ആ കൺസെപ്റ്റിലേക്ക് നമ്മൾ എന്തുവാ കയറി വരുക. പിന്നെ ഇതൊക്കെ നിലനിർത്തണമെങ്കിൽ എന്ത് ചെയ്യണം? പ്രചോദനകരമായ പുസ്തകങ്ങൾ വായിക്കണം. മനസ്സിലാവുന്നു? അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങൾക്കൊരു കൺസിസ്റ്റൻസി ഉണ്ടാവണം, ഒരു പെർസിസ്റ്റൻസ് ഉണ്ടാവണം, ഒരു ഡിറ്റർമിനേഷൻ ഉണ്ടാവണം. ഇറ്റ് വിൽ ഗെറ്റ് ഫ്രം വേർ? നിങ്ങൾ കണ്ടിന്യൂ ചെയ്യുന്ന ധ്യാനത്തിൽ. അതർവൈസ് ഫ്രം ദ ബുക്സ് ഏതാണ്? പൈങ്കിളി കഥകളല്ല, പ്രചോദനം തരുന്ന മോട്ടിവേഷണലായിട്ടുള്ള ഇൻസ്പിറേഷണലായിട്ടുള്ള ബുക്കുകൾ വായിക്കണം. മോന് മനസ്സിലായോ? അപ്പം ഇതാണ് എന്തെന്ന് പറയുന്നത്? ഇതാണ് ദ സ്റ്റെപ്സ് ഓഫ് ബൗൺസ് ബാക്ക്. നമുക്കൊരു ക്വസ്റ്റ്യൻ ചോദിച്ചു. നാളെ ചെയ്യേണ്ടത് ഇന്ന് തന്നെ ചെയ്യുക. നാളെ ചെയ്യേണ്ടത് ഇന്ന് തന്നെ ചെയ്യുക എന്ന് പറയുമ്പോൾ നാളത്തെ ടെക്നോളജി നമുക്കറിയാൻ പറ്റത്തില്ല. പക്ഷെ ഇന്ന് ചെയ്യേണ്ടത് അപ്പോൾ തന്നെ ചെയ്യണം. അപ്പം പ്രസന്റ് എന്ത് ചെയ്യാനുള്ളതാണ്? ഇന്ന് ചെയ്യാനുള്ളതാണ്. പക്ഷേ നാളുകളിൽ വരുന്ന മാറ്റങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? നമ്മൾ അതിനനുസരിച്ച് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. നമ്മൾ ഇന്നത്തെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്കറിയാം നാളെ ഇതെങ്ങനെ ആയിരിക്കും സംഭവിക്കാൻ പോകുന്നത്. അപ്പോൾ പാസ്റ്റിൽ ക്ലിങ് ആകും. അതായത് പാസ്റ്റിനകത്ത് കുരുങ്ങിക്കിടക്കരുത്, പ്രസൻറ്റിനകത്ത് ജീവിക്കാൻ ശ്രമിക്കുക, ഫ്യൂച്ചറിനെ ഓർത്ത് എൻ്റെ കർത്താവ് എന്തൊരു കുഞ്ഞുങ്ങൾ. ഇനി എന്തെങ്കിലും സംശയമുണ്ടോ? ഇല്ല. വല്യപ്പൻ്റെ കടയിൽ എത്തുന്നോണ്ടാണ് ചോദിക്കുന്നത്. എന്തെങ്കിലും ഉണ്ടോ? രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ രാഹുൽ ഇന്നലെ ഞാനൊരു മെസ്സേജ് അയച്ചപ്പോഴേ എവിടെ കാടാങ്കുളത്തുള്ള ഒരു പുള്ളിക്കാരൻ്റെ പേര് ഞാൻ വിട്ടുപോയതുകൊണ്ട് ക്ഷമിക്കണം. അവരെന്നോട് ചോദിക്കുക, ഞാൻ നിങ്ങളോട് പറഞ്ഞില്ല. ഞാൻ രാഹുൽ മാങ്കൂട്ടത്തെ പറ്റി മോൾ ഉദ്ദേശിച്ച് എന്തോ അവൻ തളർന്നിരിക്കുമ്പോൾ ആ പ്രതിസന്ധിയും തിരിച്ചു വരണമെന്നല്ലേ? അല്ല, ഈ ഒരു സംഭവമായിട്ട് അവനും അങ്ങനെ തിരിച്ചു വരണം. അവനീ പറഞ്ഞ് അതിനകത്ത് അവൻ ഉറപ്പായിട്ടും എല്ലാവർക്കും പ്രതിസന്ധികളുണ്ട്. ഈ പ്രതിസന്ധിയിൽ തരണം ചെയ്ത് തിരിച്ചു വരാനുള്ള ആത്മധൈര്യം അവനുണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പക്ഷെ ഒരു കാര്യമുണ്ട്, ഇവിടെ ഒരാൾ ഒറ്റയ്ക്കായിട്ട്, നിങ്ങളും പഠിക്കേണ്ടതാണ്, ഒരാൾ ഒറ്റയ്ക്കായിട്ട് ഒരു വിഷയവും ഉണ്ടാകുന്നില്ല. ഞാൻ ഇന്നലെ പറഞ്ഞു കേട്ടോട്ടില്ല, ഇനി ഞാനൊന്ന് പറയുവാന്നേ. ഇന്നലെ ഞാൻ ആരോണ്ടോ ഒരു കമൻറ്റ് എൻ്റെ അതിനകത്ത് ഇട്ടില്ല, ബീഫിൻ്റെ അങ്ങോട്ട് പടം ഇട്ടപ്പോൾ അതിനകത്ത് ഇട്ടേക്കുവാ, നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? നിങ്ങളുടെ 2 പെൺമക്കൾ, ഇത് രണ്ടുപേരും വലുതാകുന്ന എൻ്റെ അത്ര ഉണ്ടെന്നേ ഉള്ളൂ, 8ാം ക്ലാസ്സിലും 9ാം ക്ലാസ്സിലും പഠിക്കുന്ന കുഞ്ഞുങ്ങളാണ്. അല്ലല്ല, നെഗറ്റീവ് ന്യൂസ് അല്ല, അത് പറഞ്ഞു വെക്കണം. എന്നോട് ചോദിച്ചൊരു സംഭവമാണ്. എന്ത് ചോദിക്കുക? നിങ്ങളുടെ കുഞ്ഞുങ്ങളെ രാഹുൽ മാങ്കൂട്ടത്തിന് വാട്സപ്പ് നമ്പർ കൊടുക്കാൻ താല്പര്യമുണ്ടോ? എൻ്റെ കുഞ്ഞുങ്ങൾക്ക് വാട്സപ്പ് നമ്പർ ഇല്ല. നിങ്ങൾ ചോദിച്ചോണ്ടാണ് ഞാൻ പറയുന്നത്. അങ്ങനെ നിങ്ങൾ നെഗറ്റീവ്സിനെ ഭയപ്പെടുകയും ചെയ്യരുത്. ലോകത്താരും വന്നൊന്നും, പിന്നെ പ്രത്യേകിച്ച് ആൺപിള്ളേരെ ജീവിതത്തിൽ ഭയപ്പെടരുത്. കാരണം ഏറ്റവും നല്ലത് ആൺസുഹൃത്തുക്കളാണ് കേട്ടോ. ഭയമേ വേണ്ട. ഞാൻ എല്ലാവരും കേൾക്കെ പറയുകയാണ്, ഭയമേ വേണ്ട. കാരണം പപ്പയൊരാണാണ്, പപ്പയ്ക്ക് സുഹൃത്തുക്കളുണ്ട്, അമ്മയ്ക്ക് സുഹൃത്തുക്കളുണ്ട്. എല്ലാം ആർത്തോണം. നമ്മൾ എന്ത് ചെയ്യണം? പുരുഷൻ നമ്മുടെ